ഹായ് ട്രേഡേഴ്സ്. നമ്മുടെ നിഫ്റ്റിയിൽ എന്തായിരിക്കും നെക്സ്റ്റ് വീക്ക്? കുറെ ഡേറ്റകളൊക്കെ വരാനുള്ള വീക്കാണ് നെക്സ്റ്റ് വീക്ക് അല്ലേ? എനിക്ക് തോന്നുന്നു നാളെ ഫെഡിന്റെ ഡേറ്റാസ് ഒക്കെ വരുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് സപ്പോർട്ടിലാണ്. ഓക്കെ, നിഫ്റ്റി ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്, പക്ഷെ കൺഫേം ഒന്നും ആയിട്ടില്ല. ഇവിടുന്ന് സപ്പോർട്ട് ബിൽഡ് ചെയ്ത് മുകളിൽ പോയി ഹൈ ബ്രേക്ക് ചെയ്യുന്നുള്ള കൺഫർമേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. നിഫ്റ്റി നിൽക്കുന്നത്, അതായത് ഹിറ്റ് ചെയ്തത് ഒരു സപ്പോർട്ടിലാണ്. അതിന്റെ മൂവ്മെന്റ് ആണ് ഈ കണ്ടതും. ഓക്കെ, എന്നുകൊണ്ട് നിഫ്റ്റി ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇവിടുന്ന് ഉണ്ടായെന്നൊക്കെ പറയാൻ പറ്റിയില്ല ഇതുവരെ. ഓക്കെ, ജസ്റ്റ് നമുക്ക് മോണിറ്റർ ചെയ്യേണ്ട ലൊക്കേഷൻസ്, ആക്ച്വലി ഇത് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസുകളെ അത് ബ്രേക്ക് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇത് റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിയിൽ. ഈ ലെവൽ, ഈ ലെവൽസിന് മോളി പ്രൈസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു അനുസരിച്ച് വേണം നമുക്ക് ഹൈ ടേക്കൺ ഔട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിഫ്റ്റി നിൽക്കുന്നത് സപ്പോർട്ടിലാണ്, അപ് ട്രെൻഡിൽ നിൽക്കുന്ന ഇതാണ് നിഫ്റ്റി. അപ് ട്രെൻഡിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റി സപ്പോർട്ട് നിൽക്കുന്നു. ഇതിന്റെ സ്വാഭാവികമായിട്ട് ഈ ഹൈ ടേക്കൺ ഔട്ട് ചെയ്യണം. അപ്പോ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, ജസ്റ്റ് ഈ സപ്പോർട്ട് ഹിറ്റ് ചെയ്തതിന്റെ മൂവ്മെന്റ് ആണിത്. പക്ഷെ തൊട്ട് മുകളിൽ റെസിസ്റ്റൻസുകൾ ഉണ്ട്. ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാതെ ഇതിന് മുകളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ആ കൺഫർമേഷൻ നമുക്ക് കിട്ടണം. അതുവരെ ജസ്റ്റ് ഈ ലെവൽസിനെ മോണിറ്റർ ചെയ്യാം. ഓക്കെ, അതായത് ഇനി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് കിട്ടേണ്ട ലൊക്കേഷൻസ്, ഇതൊരു ലൊക്കേഷനാണ്. സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൊക്കേഷൻ. നാളെ നമ്മൾ നോക്കുമ്പോൾ ഈ ലെവൽസ് വാച്ച് ചെയ്യാം. ഈ ലെവൽസിൽ നിന്ന് അതിന് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഈ ലെവൽസ്, അല്ലെങ്കിൽ പിന്നെ ഉള്ളത് അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല എങ്കിൽ പിന്നെ നമുക്ക് സപ്പോർട്ട് ഉള്ളത് ഈ ലെവലുണ്ട്. ഓക്കെ, ഈ ലെവലുണ്ട്. ഈ 22,000 ഇവിടെ ഒരു ലെവലുണ്ട്. ഓക്കെ, അപ്പോ ഈ ലെവൽസിന്റെ സപ്പോർട്ട് കിട്ടിയാലേ ഇതിന് മുകളിൽ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ആക്ച്വലി ഈ ലെവൽ വേണ്ട, മെയിൻ ലെവൽസ് ഇത് തന്നെ മതി. ഇതിന്റെ ലോയും സപ്പോർട്ടാണ്. ഈ ലെവൽസിൽ നിന്ന് അതിന് സപ്പോർട്ട് കിട്ടണം. ഈ ലെവൽസിൽ നിന്ന് സപ്പോർട്ട് കിട്ടണം, അല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴെ വീഴണമെങ്കിൽ തന്നെ ഇത്രയും ലെവലിനെ ബ്രേക്ക് ചെയ്യണം. അത് കുറച്ച് പാടുള്ള കാര്യമാണ്. റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എല്ലാ സെക്ടേഴ്സൊക്കെകളെല്ലാം സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ റെസിസ്റ്റൻസുകളെ ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കിയാലും അതും സപ്പോർട്ട് ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അതും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ട ലെവലും ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ നാളെ ഇതിന് മുകളിൽ ഓപ്പൺ ആവണം. ഇതിന് താഴെ ഓപ്പൺ ആവുമെങ്കിൽ ഈ ലെവൽസിന് സപ്പോർട്ട് എടുത്തത് മുകളിൽ പോകാം. എന്തായാലും നോക്കാം. മോസ്റ്റ്ലി എല്ലാ സെക്ടേഴ്സും സപ്പോർട്ടിലാണ്. നിഫ്റ്റി സപ്പോർട്ട് നിൽക്കുകയാണ്. പക്ഷെ സപ്പോർട്ട് കൺഫേം ആയിട്ടില്ല. നമുക്ക് നാളെ ഈ ലെവൽസിനെ ഒന്ന് മോണിറ്റർ ചെയ്ത് നോക്കാം. ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാതെ മുകളിൽ പോകാൻ പറ്റില്ല. ഓക്കെ,